ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ പിന്നെ അവൻ ഉറപ്പായി അവിടെ തന്നെ ഉണ്ടാവും. അബൂബക്കറെ, താൻ ധൈര്യമായിട്ട് പോയിട്ട് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ആ പയ്യനെയും പെണ്ണിനെയും പൊക്കി തന്റെ കൺമുന്നിൽ കൊണ്ടുവന്നിട്ട് തരും. താൻ കല്യാണം നടത്തുക, അടിയന്തരം നടത്തുക, എന്താന്ന് വെച്ചാൽ ചെയ്യും. എന്തായാലും കുട്ടികൾ അവിടെ സുരക്ഷിതരാണെന്ന് മനസ്സിലായില്ലേ? ധൈര്യമായിരിക്കെ, അവർക്കൊരാപത്തും വരില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവർ ഈശ്വരന്റെ കടാക്ഷമുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ജീവന്റെ തുടുപ്പ് ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നത്. ആ രംഭ, നമുക്കൊരു വടം ഒപ്പിക്കണം. കൊക്കയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന തരത്തിൽ ഒരു വടം. വാ മക്കളെ, അവിടെ തന്നെ ഇരിക്കണേ. അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പേടിക്കണ്ട മക്കളെ, മക്കള് പേടിക്കണ്ട. തന്നെ വരാട്ടോ. ഞങ്ങൾക്ക് പേടിയാവുന്ന വേഗം വാ. പേടിക്കണ്ട പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വിഷ്ണു ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. മക്കളെ വെള്ളം കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരാ. ഇപ്പൊ കൊണ്ടുവരായിരിക്കും പപ്പി. എടോ അബൂബക്കറെ, ഈ പ്രേമം എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടല്ലോ, അതൊരുമാതിരി വിടക്കേട്ട ഒരു ഇടപാടാ. പക്ഷേ അതുമായി നടക്കുന്നവർക്ക് അതൊരു സ്വർഗീയ കലാപരിപാടിയാ. ഇനി പ്രേമം മുടക്കാൻ നടക്കുന്നവരെ ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? നഖശിക്കാൻ തോങ്ങി എതിർക്കും. അതായത് ഈ കാലിന്റെ നഖം മുതൽ തലമുടി വരെ അങ്ങ് എതിർക്കുമെന്ന്. എടോ, വെറുതെ ഈ പ്രായത്തിൽ വെറുതെ പ്രണയശാപം മേടിച്ചു കൂട്ടണോ? എന്റെ ബോസാറെ, നിങ്ങൾ എന്നെ മലയാള വ്യാകരണം പഠിപ്പിക്കാതെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്ക്. എന്റെ മോൻ കെട്ടേണ്ട പെണ്ണ, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോ നിങ്ങളെ പെണ്ണിനെ, അതായത് ഈ നസീർ കെട്ടാൻ പോകുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാന്നാ പറഞ്ഞ? അവന്റെ പേര് അനൂപ്. അവൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണെങ്കിലും അവന്റെ അച്ഛന്റെ ആദ്യ ഭാര്യയും മക്കളും ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദ. ആ ശാരദയുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിലുള്ള മകനാണ് ഈ അനൂപ്. അത് ശരി, ഇവിടെ അങ്ങനെ ഒരു ബന്ധം വന്നിട്ടുണ്ടല്ലേ. അപ്പോ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ അനിയൻ. എന്റെ ഒടയതമ്പുരാനെ, നീ അവസരങ്ങൾ ഇങ്ങനെ വാരിക്കോരി തരാൻ ഞാൻ എന്ത് പുണ്യാണ് ചെയ്തിരിക്കുന്നത് എന്റെ കർത്താവേ. അപ്പോ എല്ലാം കൂടെ എനിക്കങ്ങോട്ട് വെച്ച് നീട്ടുകയാണല്ലോ. സ്വീകരിച്ചിരിക്കുന്നേ. ഈ ബന്ധങ്ങൾ കലക്കി ഞാൻ കുറച്ച് മീൻ പിടിക്കും. അതെ ബോസാറെ, സാറ് മീൻ പിടിക്കോ പിടിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്. എന്റെ മോനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഭയങ്കര നാറ്റക്കേസാണ്. അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരണം. സാർ, എന്താടോ? അനൂപിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കുടുംബശ്രീ ശാരദയുടെ വീടിന്റെ ഭാഗത്താ. അപ്പൊ പിന്നെ അവൻ ഉറപ്പായി അവിടെ തന്നെ ഉണ്ടാവും. അബൂബക്കറെ, താൻ ധൈര്യമായിട്ട് പോയിട്ട് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ആ പയ്യനെയും പെണ്ണിനെയും പൊക്കി തന്റെ കൺമുന്നിൽ കൊണ്ടുവന്നിട്ട് തരും. താൻ കല്യാണം നടത്തുക, അടിയന്തരം നടത്തുക, എന്താന്ന് വെച്ചാൽ ചെയ്യും. വിഷ്ണുട്ടാ, ഇന്നലെ രാത്രി മുതൽ ഈ ഇരിപ്പിരിക്കുന്നതല്ലേ നമ്മുടെ കുട്ടികള്. ജലപാനം ഇറക്കിയിട്ടുണ്ടോ? തളർന്നു വീണ് കാണും പാവങ്ങള്. വിഷ്ണുട്ടാ, ഇതവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? അതൊക്കെ അവർ കഴിച്ചോളും. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം ശാലിനി. നമുക്ക് ഇത് കൊടുക്കാം. തൽക്കാലം ഒരു വിശപ്പെടക്കട്ടെ. വിഷ്ണുട്ടാ, ഇതെങ്ങനെയെങ്കിലും ഒന്നിട്ട് കൊടുക്ക. മക്കളെ, സത്യ, പപ്പി,
ഈ പഴം ഇട്ട് തരാം. അതെ, രണ്ടുപേരും കൂടി കഴിക്കണേ. ദേ, ബ്രെഡും ഉണ്ട്. ബ്രെഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കഴിക്ക്. നിങ്ങളെ രക്ഷിക്കാനേ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുക. ഇപ്പൊ വരും പപ്പി. മക്കളെ, ഇപ്പൊ പഴവും ബ്രെഡും എടുത്തു വിടാം കേട്ടോ. കഴിച്ചേക്കണേ. സത്യ, നീയും കുടിക്ക്. വിഷ്ണുടാ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈശ്വരനുണ്ട്. അതിന്റെ തെളിവ് എന്റെ കുഞ്ഞുങ്ങള് ജീവനോടെ ഉള്ളത്. പപ്പി, നിനക്ക് വെള്ളം മതിയോ? മതി. എന്നീ പഴം കഴിക്കേ. ഭക്ഷണം വെള്ളം എടുക്കാവുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നെങ്കിൽ അവർ സേഫാ. പക്ഷെ അത് അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു അപകടം പിടിച്ചേരിപ്പാ. അതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളെ രക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ കാട്ടുമൂപ്പനെയും കാണുന്നില്ല. അവര് വരും. അവര് നമ്മളെ കൈവിടില്ല ശാലിനി. അതിനു മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നമുക്ക് കണ്ടെത്തണം. കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ കൃത്യമായിട്ട് കുക്കയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നും വരില്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മക്കളെ, കിട്ടിയോ? മക്കളെ, കിട്ടിയോ? കുട്ടികളെ നമ്മൾ ഇവിടുത്തെ ഭക്ഷണം എടുത്തു തോന്നുന്നേ. അപ്പൊ ഒരു സേഫാ അല്ലേ? നമ്മുടെ കുട്ടികൾ സേഫാ.